ഹായ് ഫ്രണ്ട്സ്. ഹായ്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി മോണിറ്റൈസേഷൻ. ചാനൽ മോണിറ്റൈസായി. 2-3 ദിവസമായി മോണിറ്റൈസേഷൻ്റെ മെയിൽ വന്നിട്ട്. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഒരു മെയിലുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് സിദ്ധകൃഷ്ണ ഒഫീഷ്യൽ, നൗ യു ഹാവ് ബീൻ ആക്സെപ്റ്റഡ് എ യൂട്യൂബ് പാർട്ണർ എന്ന മെയിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഈ നേട്ടത്തിൻ്റെ പിറകിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും എഫേർട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സഹായിച്ചതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നേട്ടത്തിലോട്ട് എത്താൻ കഴിഞ്ഞത്. ഈ നേട്ടത്തിൽ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ എല്ലാം കണ്ട എല്ലാ പേരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ. പിന്നെ ഈ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് നമ്മളത് ഉത്സാഹപ്പെടുത്തത്തക്ക രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ അതൊക്കെ കേൾക്കുകയും എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പുതിയൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ടാകും. ഒരുപാട് പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് വേറെ ആരുമില്ല, നമ്മളെ അടുത്തറിയാവുന്ന ആൾക്കാർ തന്നെ. കാരണം സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ആറ്റം ബോംബ് പോലെയാണ്. നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, യൂട്യൂബിൽ സക്സസ് ആവുന്ന കാര്യം സംശയമാണ്, അങ്ങനെ ഞങ്ങളെ കെയർ ചെയ്യുന്നവരാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്കൊരു വാണിംഗ്, അതായത് ഇതുവരെ വേറെ ഒന്നിലും ഒരു വിഷയങ്ങളിൽ ചെന്ന് പെട്ടില്ല, ഇതിൽ ചെന്ന് പെട്ട് ഇനി വിഷയങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതിയ സ്നേഹത്തോടെ ഞങ്ങൾ ഒരുപാട് പേര് ഉപദേശിച്ചിരുന്നു. പക്ഷേ ഞങ്ങളൊരു ലക്ഷ്യബോധത്തോടു കൂടി ഞങ്ങളുടെ മാർഗവും ലക്ഷ്യവും ഒക്കെ വളരെയധികം സുതാര്യമായിരുന്നു, സത്യസന്ധമായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലോട്ട് എത്താൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഞാൻ ഇതിൽ നിന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏതൊരു പുതിയ കാര്യം തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മളെ കൊണ്ട് കഴിയുമോ, മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മളെ അറിയില്ലല്ലോ, നമുക്ക് നമ്മളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോട് തന്നെയാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, അതാണ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും താങ്ക്സ്. കാര്യം പറയാനുള്ളത്, എന്നെക്കാട്ടി കൂടുതൽ ഈ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതും വീഡിയോസ് എടുക്കുന്നതും തുടക്കങ്ങളിലൊക്കെ ഞാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന് ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിൽ ചാനൽസ് നല്ല എഫേർട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പലപ്പോഴും അതിന് വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. ഞാനത് എഫേർട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് രാജി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ എഫേർട്ട് എടുക്കാനുള്ള ഒരു മാനസിക പിന്തുണയും ബലവും തന്നത് രാജിയാണ്. ചില ഘട്ടങ്ങളിൽ ഒരുപാട് മാനസിക വിഷമങ്ങളിലൂടെ ഞങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ഈ യൂട്യൂബിലോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ നിൽക്കുന്ന അവസരങ്ങളുണ്ടായപ്പോൾ നല്ല ശക്തമായ പിന്തുണയും ബലവും തന്ന് യൂട്യൂബ് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ രാജിയുടെ ഒരു പ്രേരകമായിട്ടുള്ള പിൻബലമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വിജയിക്കാൻ പറ്റിയത്. അതിന് രാജിക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അതുപോലെ ഈ ചാനലിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇനി മുന്നോട്ട് ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പേർക്കും ഞങ്ങളുടെ വിജയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി.